ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടേക്ക് എനിക്ക് വരുന്നു. എനിക്ക് കണ്ടതും മനോരമ പിണങ്ങി അങ്ങ് തിരിഞ്ഞു നിൽക്കാട്ടോ. എന്താ ആന്റിയുടെ ടെൻഷനൊക്കെ മാറിയില്ലേ? എൻ്റെ ജാപ്പനീസ് റെമഡി എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ ഒരു ജാപ്പനീസ് റെമഡി എങ്കിലും എനിക്ക് ബേബി, നിനക്ക് എന്നോട് ഈ വീട്ടിൽ കൂടുതലായിട്ട് സ്നേഹമുള്ളതെന്നാ ഞാൻ കരുതിയിരുന്നത്. നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എന്നോട് നീ മിണ്ടണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് ജാപ്പനീസ് റെമഡി റെഡി ആയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരു സൂത്രമുണ്ട്. റിവേഴ്സ് കൗണ്ടിങ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താ എന്ന് ചോദിക്കുമ്പോൾ 100, 99, 98 എന്നൊക്കെ പറയുന്ന പോലെ ആന്റി അവിടെ ഇരുന്ന് റിവേഴ്സ് കൗണ്ടിങ് ചെയ്തു നോക്ക്. ആന്റിയുടെ മനസ്സ് കൂൾ ആൻഡ് കാം ആവും എന്നങ്ങ് പറഞ്ഞതും മനോരമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി അത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ടവ മന്ത്രവാദിയെയും ജോത്സ്യനെയും ഒക്കെ വിളിക്കേണ്ടത് എന്നും പറഞ്ഞു മനോരമ എണ്ണാൻ ആരംഭിക്കാട്ടോ. അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മുടെ പ്രീതി സൂപ്പുമായിട്ട് വരികയാണ്. ആന്റി, ഈ സൂപ്പ് കുടിച്ചേ എന്നങ്ങ് പറയുന്ന നേരത്ത് കൗണ്ടിങ് ചെയ്യുന്നതോടൊപ്പം പ്രീതിയുടെ ശബ്ദം കേട്ടതും ആ കൈ മുഖത്തിങ്ങനെ മറച്ചിട്ടാണ് കേട്ടോ എണ്ണുന്നത്. എന്താ ആന്റി, എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പ്രീതി പറയുമ്പോ, എന്റെ മൈ ഗോഡ്, ഒക്കെ നശിപ്പിച്ചു. അറിയാമേലാഞ്ഞിട്ട് ചോദിക്കാം, എനിക്ക് ഒട്ടും സമാധാനം തരില്ലല്ലേ? ഇറങ്ങി പോടി പിശാചേ. എന്നിട്ട് പ്രീതി ഇങ്ങനെ നോക്കുന്ന നേരത്ത് ഒന്ന് ഇറങ്ങി പോയി തരാമോ എന്നങ്ങ് ചോദിക്കാണ്. അപ്പൊ പ്രീതി അവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ ഏതുവരെ ആയിരുന്നു എണ്ണിയത്? ഒക്കെ നശിപ്പിച്ചു. ആദ്യം മുതൽ എണ്ണാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൗണ്ടിങ് തുടങ്ങാണേ. പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറയുന്നുണ്ട്, അയാൾ എന്തായാലും എന്നെ കൊല്ലും, അത് ഉറപ്പാ. ഞാൻ എങ്ങനെയാ ഇത് അമ്മയോടും അമ്മായിയോടും പറയുന്നത്? അയാളെ കുറിച്ച് അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് വരികയാണേ. അപ്പൊ ശ്രുതിയെ കൊല്ലാനായി വരുന്നത് പോലെ തോന്നുകയാണ്. അപ്പൊ തന്നെ ആർത്ത് വിളിച്ച് ഓടുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയും, ഇവളെന്താ എന്നെ കാണുമ്പോൾ മാത്രം ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നത്? അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോരമ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അഞ്ജലി ബേബി പുതിയ വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞത് സത്യമാണോ അമ്മേ? അങ്ങനെയാ അഞ്ജലി പറഞ്ഞത്. അഞ്ജലി ബേബി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അറിയുള്ളൂ ഇവിടുത്തെ മരുമക്കളുടെ തനി നിറം. അഞ്ജലി ബേബി ഉള്ളത് കൊണ്ടാ അശ്വിനെയും ആകാശിനെയും റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ആ പാവം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ അറിയാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ലേലും നിന്റെ അത്ര പ്രശ്നക്കാരല്ലല്ലോ അവർ എന്നങ്ങ് പറയണേ. എന്റെ മൈ ഗോഡ്, അമ്മയൊക്കെ അനുഭവം വരുമ്പോ പഠിച്ചോളും എന്ന് പറയട്ടെ മനോരമ. തുടർന്ന് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ശ്യാമിനോട് സംസാരിക്കുകയാണ്. പുതിയ വീടൊന്ന് നാളെ തന്നെ പോയി കാണണം ശ്യാമേട്ട. അതിനെന്താ, നമുക്ക് പോയി കളയാലോ. ഇപ്പൊ ഇങ്ങനെ പറയും, നാളെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് മാറുന്നത് എന്നൊക്കെ പറയുമ്പോ, ഇല്ല രാജകുമാരി, നമുക്ക് പോയി കളഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, വീട് പണി പൂർത്തിയായെന്ന് വെച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് മാറുന്നത് അത്ര നല്ലതല്ല എന്നാ എന്റെ വാദം. അതെന്താ കാരണം എന്ന് ചോദിക്കാണ് അഞ്ജലി. അതിന് കാരണം നീ ഇപ്പൊ ഗർഭിണിയല്ലേ, അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ശുശ്രൂഷ അവിടെ കിട്ടില്ലല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ അഞ്ജലി പറയും, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ശ്യാമിന് ഒരു ഫോൺ വരികയാണ്. അങ്ങനെ ശ്യാം അതെടുത്ത് സംസാരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ കയ്യിലൊരു പാരച്യൂട്ടിന്റെ കുപ്പിയുണ്ട്. അതിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കാണ് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ അഞ്ജലി വരുന്ന നേരത്ത് അതിലങ്ങ് സ്ലിപ്പായി വീഴാൻ പോവുകയാണ്. അപ്പോഴേക്കും ശ്യാമ് പിടിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് നമ്മുടെ മുത്തശ്ശിയും മനോരമയൊക്കെ ഓടി വരുന്നുണ്ട്. എന്തു പറ്റി അഞ്ജലി? അപ്പൊ ശ്യാം പറയുന്നുണ്ട്, നോ വെറി, ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുന്നതാണ് കേട്ടോ അവർ കാണുന്നത്. എന്തു പറ്റിയെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, കാലൊന്ന് സ്ലിപ്പായി വീഴാൻ തുടങ്ങിയപ്പോൾ കൈവരിയിൽ പിടിച്ചതാണ്, പക്ഷെ അവിടെ എണ്ണയുള്ളത് പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട്, എണ്ണയോ? ഇവിടെ ആര് എണ്ണ ഒഴിക്കാനാ? ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ശ്യാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതങ്ങ് തുടച്ച് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് മനോരമ ചെക്ക് ചെയ്യുന്നത്. എന്റെ ബേബി, അവിടെ ഒരെണ്ണയും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ അത് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ നമ്മുടെ അഞ്ജലി. ശ്യാമോൻ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നും പറ്റിയില്ലല്ലോ. ശ്യാമോൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ബേബിയും മദറും ഇപ്പോ മറ്റൊരു വേൾഡിലെത്തിയേനെ എന്നൊക്കെ പറയുമ്പോൾ, എന്റെ മനോരമേ, നീ ഒന്നാ കാര്യനാക്ക് വളയ്ക്കാതിരിക്കുക എന്നൊക്കെ മുത്തശ്ശി പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജലിയെയും കൊണ്ട് മുത്തശ്ശി സോഫയിൽ ചെന്നിരുത്താണ് കേട്ടോ. അപ്പൊ ശ്യാം ഉണ്ടായിരിക്കും കൂടെ. അല്ല, രാജകുമാരിയുടെ ചെരുപ്പ് ശരിയല്ലല്ലോ എന്നങ്ങ് പറഞ്ഞ് ചെരുപ്പ് കാണിച്ചു കൊടുക്കുമ്പോൾ, അപ്പോ ഇതായിരിക്കുമല്ലേ ഞാൻ വീഴാൻ കാരണം എന്ന് പറയട്ടോ അഞ്ജലി. ഇതെങ്ങനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, നീയല്ലേ ഈ ചെരുപ്പ് ഇടുന്ന ആൾ, അപ്പോ നീ ശ്രദ്ധിക്കണ്ടേ? എങ്കിലും ഞാനിത് കണ്ടില്ലല്ലോ, ഇതെങ്ങനെ പറ്റിയെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ശ്യാം ചെയ്തതിനെ കുറിച്ച് ശ്യാം ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ.
രാജകുമാരി ഞാൻ മറ്റൊരു ഷൂവിന് ഓർഡർ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. പക്ഷേ രാജകുമാരി കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം നടക്കാൻ. പിന്നെ ആന്റിയും മുത്തശ്ശിയും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട് പണിയൊക്കെ നടക്കുന്ന പോലെ നടക്കട്ടെ. അഞ്ജലിയുടെ ഡെലിവറി കഴിയുന്നത് വരെ ഇവിടെ തന്നെ തങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയട്ടോ ശ്യാം. അപ്പോൾ നമ്മുടെ അഞ്ജലി അത് ചെറുങ്ങനെ എതിർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അഞ്ജലിക്ക്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അടുക്കളയിൽ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും അശ്വിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ആലോചിക്കുന്നത്. അപ്പോഴേക്കും അശ്വിൻ പിന്നിലൂടെ വന്നിട്ട് പറയും, ശ്രുതി ഈ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കത്തി ഒന്ന് തരാവോ എന്ന് ചോദിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി തിരിഞ്ഞിട്ട് എന്താ നിങ്ങളോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ബാക്കിൽ കത്തി കാണുമ്പോൾ അതെടുക്കുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടാണ്. പിന്നീട് നമ്മുടെ അശ്വിൻ അയൽ കെട്ടാൻ വേണ്ടിയിട്ട് കയറെടുക്കുന്ന നേരത്ത് ശ്രുതി തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് വരികയായിരിക്കും. അപ്പോഴായിരിക്കും അശ്വിൻ ആ കുരുങ്ങിയ കയർ ഇങ്ങനെ എടുത്തു നോക്കുന്നത്. അപ്പോൾ എന്നെ കുരുക്കിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. ഇയാൾക്ക് ഞാൻ കണ്ടെന്നറിഞ്ഞിട്ട് പോലും ഒരു കൂസലില്ലാതെ നിൽക്കുവാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും കുട്ടികൃഷ്ണ എന്നങ്ങ് പറഞ്ഞ് അവിടുന്ന് ആർത്ത് വിളിച്ച് ഓടാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മായി വേറൊരു കയർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അശ്വിന്. അശ്വിൻ മോനോട് അയൽ കെട്ടാൻ വേണ്ടി പറഞ്ഞത് ബുദ്ധിമുട്ടായ മോന് എന്ന് ചോദിക്കുകയാണെ. ഇല്ല അമ്മായി, ഈ കയർ ആകെ കുരുങ്ങിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ കയറെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അമ്മായി. അല്ല ശ്രുതി എന്നെ കണ്ടപ്പോൾ എന്തിനാ ഇങ്ങനെ ഓടിയത്? ആർക്കറിയാം മോനെ, അവൾക്ക് വട്ടാ, അവളുടെ കാര്യമൊന്നും ചിന്തിക്കാത്തത് നല്ലത് എന്ന് പറയാണ് അമ്മായി.